ഹലോ, നിമോംസ് മോമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മളിന്ന് വന്നിട്ടുള്ളത് ബ്രെഡ് വെച്ചിട്ട് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ അതിൽ തന്നെ 10 സ്ലൈസ് ബ്രെഡ് സൈഡൊക്കെ നന്നായി കട്ട് ചെയ്തിട്ട് ഇതുപോലെ ക്യൂബ്സ് ആക്കിയിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ 1/2 ഗ്ലാസ് തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അധികം പുളിയില്ലാത്ത തൈര് നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി നമ്മളിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കേണ്ടത് ആവശ്യമാണ് കേട്ടോ. നമ്മളിതിലേക്ക് 1/2 ഗ്ലാസ് തൈരാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ബ്രെഡ് മുഴുവനായി വെറ്റ് ചെയ്ത് കിട്ടിയിട്ടില്ല എങ്കിൽ കുറച്ച് അല്പം മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. പച്ചവെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ല സ്പൂൺ വെച്ചോ കൈ വെച്ചോ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ടത് ആവശ്യമാണ് കേട്ടോ. അപ്പോൾ എല്ലാ സൈഡിലേക്ക് എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്ത് ഈ ഒരു ടെക്സ്ചറിൽ നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അങ്ങനെ റെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ബ്രെഡിൻ്റെ ബാറ്ററിലേക്ക് ഇനി നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് അരിപ്പൊടിയും റവയുമാണ് കേട്ടോ. ഞാൻ വറുത്ത അരിപ്പൊടിയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. നമ്മൾ അപ്പത്തിനും അടയ്ക്കൊക്കെ ഉണ്ടാക്കി വയ്ക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ, അതാണ് എടുത്തിട്ടുള്ളത്. അതൊരു 4-4.5 ടേബിൾ സ്പൂൺ എടുത്താൽ മതി. അതിൽ കൂടുതൽ അളവായി കഴിഞ്ഞാൽ നമ്മളെ വട ഹാർഡായി പോവും. അപ്പോൾ അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഇനി നമുക്കിതിലേക്ക് റവയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അരിപ്പൊടിയുടെ ഹാഫ് അളവിലാണ് റവ ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 2.5 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. നമ്മുടെ ബ്രെഡിൽ ഓൾറെഡി ഉപ്പ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ അല്പം മാത്രമാണ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. ഇനി നമുക്കതിലേക്ക് ഒരു ചെറിയ സവാള അരിഞ്ഞത്, അല്പം ഇഞ്ചി, അതുപോലെ പച്ചമുളക്, വേപ്പില, ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഇനി കൈ വെച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ പരിപ്പ് വടയ്ക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ നല്ലപോലെ കുഴച്ചെടുക്കാം. സ്പൂൺ വെച്ചോ കൈ വെച്ചോ നിങ്ങളുടെ ഇഷ്ടപ്രകാരം കുഴച്ചെടുക്കാം. ഞാനിവിടെ ആദ്യം സ്പൂൺ വെച്ച് കുഴച്ച് നോക്കി, പിന്നെ അത് അത്രയും അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല എന്ന് കണ്ടപ്പോൾ നമ്മൾ കൈ വെച്ചിട്ട് തന്നെ തിരുമ്മി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ തിരുമ്മിയെടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് അല്പം വെളിച്ചെണ്ണ കൂടി തടവി കൊടുക്കാം. അല്ലെങ്കിൽ നമ്മളിത് വടയുടെ ഷേപ്പാക്കുമ്പോൾ വെളിച്ചെണ്ണ ഒന്ന് കയ്യിൽ തൊട്ടിട്ട് വടയുടെ ഷേപ്പാക്കിയിട്ട് എടുത്താലും മതിയാവും. അപ്പോൾ നമുക്കിത് ശരിക്ക് നമ്മൾ പരിപ്പ് വടയൊക്കെ കഴിക്കുന്ന ആ ഒരു സ്മെല്ലുണ്ടാവില്ല, അതിനൊക്കെ മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്ന അതേ സെയിം സ്മെല്ലാണ് നമുക്കിത് മിക്സ് ചെയ്യുമ്പോൾ കിട്ടുക. അപ്പോൾ ഈ ഒരു ടെക്സ്ചറിൽ വേണം നമുക്കിത് കുഴച്ചെടുക്കാനായിട്ട്. ഇനി ഇത് മാറ്റി വയ്ക്കൊന്നും വേണ്ട. നമുക്ക് വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ ഉഴുന്നുവടയുടെ ഷേപ്പ് ഉണ്ടല്ലോ, ഈ ഹോൾ ഇട്ടിട്ടുള്ള ഷേപ്പിലാക്കിയിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനതെല്ലാം ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കുന്നുണ്ട്. ഷാലോ ഫ്രൈ ചെയ്ത് വേണം എടുക്കാനായിട്ട്. 2 സൈഡും സ്ലോ ആയിട്ട് എടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അധികം സമയമൊന്നും കുക്ക് ചെയ്യാനായിട്ട് എടുക്കില്ല. റവ ചേർത്തുകൊണ്ട് തന്നെ നല്ല ക്രിസ്പിയാണ്, ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ, ടാറ്റാ.